ഹലോ, അമ്മ മനസ്സിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ലൈക്ക് ചെയ്യണേ. അപ്പോൾ ചന്ദ്രികയുടെ ഫോട്ടോഷൂട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. ആദ്യത്തെ കോസ്റ്റ്യൂമിൽ ചന്ദ്രിക വന്നപ്പോൾ തന്നെ സിദ്ധാർത്ഥ അവൾ ഒരുപാട് പുകഴ്ത്തുന്നുണ്ട്. അതിനുശേഷം രണ്ടാമത് ചന്ദ്രിക അടുത്ത കോസ്റ്റ്യൂം ഇട്ടിട്ട് വന്നിരിക്കുകയാണ്. ആ സമയത്ത് സിദ്ധാർത്ഥ പോലും അതിശയിച്ചു പോയിട്ടുണ്ടായിരുന്നു. കാരണം അത്രയും സുന്ദരിയായിട്ടാണ് ചന്ദ്രിക വന്നിട്ടുള്ളത്. മാത്രമല്ല ബാക്ക്ഗ്രൗണ്ടായിട്ട് ചന്ദ്രികയുടെ ആ ഒരു കാലഘട്ടം മുഴുവനായിട്ട് കാണിക്കുന്നുണ്ടായിരുന്നു. ആ ഒരു കുടിൽ നിന്നും അവൾ വളർന്നു വന്നതും വീട്ടുജോലിക്കാരിയായി ജോലിക്ക് പോയതും മറ്റുള്ള ആൾക്കാർ അവളോട് മോശമായി പെരുമാറിയപ്പോൾ അതിനെയൊക്കെ മറികടന്ന് ഇന്ന് ഈ ഒരു പദവിയിൽ അവൾ എത്തിയത് വരെയുള്ള അവളുടെ ആ ഒരു വളർച്ച കാണിക്കുകയാണ്. അപ്പോൾ അത് കഴിഞ്ഞ് അടുത്ത ഡ്രസ്സ് ഇട്ടിട്ട് വന്നപ്പോൾ സിദ്ധാർത്ഥ അവൾക്ക് ഓരോരോ പോസുകൾ പറഞ്ഞു കൊടുക്കുകയാണ്. അപ്പോൾ 2-3 പോസുകൾ ഡ്രസ്സിങ്ങിൻ്റെ കോസ്റ്റ്യൂംസൊക്കെ കഴിഞ്ഞപ്പോൾ സിദ്ധാർത്ഥ അവൾക്ക് എടുത്ത ഫോട്ടോസൊക്കെ കാണിച്ചു കൊടുക്കുന്നുണ്ട്. ചന്ദ്രിക ഫോട്ടോസൊക്കെ നോക്കുക എത്രത്തോളം സൗന്ദര്യമുണ്ടെന്ന്. അപ്പോൾ ചന്ദ്രിക അത് നോക്കുന്നുണ്ടായിരുന്നു. ഫോട്ടോസൊക്കെ സൂപ്പറായിട്ടുണ്ട്. ഇനി ഇതേ കോസ്റ്റ്യൂംസിൽ തന്നെ ഒരു വീഡിയോ എടുക്കണം. അതിനുള്ള സ്ക്രിപ്റ്റ് ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. എന്താണ് ചന്ദ്രിക പറയേണ്ടതെന്നുള്ള സെൻറ്റൻസൊക്കെ സിദ്ധു അവൾക്ക് പഠിപ്പിച്ചു കൊടുക്കുകയാണ്. നിങ്ങളുടെ കുടുംബത്തിലുള്ള ചെറിയ കുട്ടികൾ മുതൽ വലിയ ആളുകൾക്ക് വരെയുള്ള എല്ലാ ഡ്രസ്സുകളും ചന്ദ്രിക ഗാർമെൻറ്റ്സിൽ ഇനി മുതൽ ഓൺലൈനിൽ ലഭ്യമാണ്. ഇത് ആദ്യം പറയുക. രണ്ടാമതായിട്ട് ഞങ്ങളുടെ ഈ പുതിയ ആരംഭത്തെ നിങ്ങളെല്ലാവരും ഏറ്റെടുക്കുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. പിന്നീട് മൂന്നാമതായിട്ട് എല്ലാവരും ചന്ദ്രിക ഗാർമെൻറ്റ്സിൽ ഷോപ്പിങ്ങിന് വാ. പുതിയ പുതിയ ഡ്രസ്സുകൾ നിങ്ങൾക്കിനി പരിചയപ്പെടാം. ഇതിനോടെ അവസാനിച്ചു. അതിനുശേഷം അവർ ആ ഒരു ബാക്ക്ഗ്രൗണ്ട് മാറ്റിയിട്ട് വീടിൻ്റെ മുൻഭാഗത്തായിട്ട് വന്നു നിന്നിട്ടാണ് ബാക്കിയുള്ള സ്പീച്ചൊക്കെ നടത്തുന്നത്. അപ്പോൾ ആദ്യത്തെ തവണ ചന്ദ്രിക പരാജയപ്പെട്ടിട്ടുണ്ടായിരുന്നു. രണ്ടാമത് അവൾ പറയുകയാണ്, ചന്ദ്രിക ഗാർമെൻറ്റ്സിൽ നിങ്ങളുടെ കുടുംബത്തിലുള്ള വലിയവർ മുതൽ ചെറിയ ആളുകൾക്ക് വരെയുള്ള എല്ലാ ക്ലോത്ത്സും നിങ്ങൾക്ക് ചന്ദ്രിക ഗാർമെൻറ്റ്സിൽ ഇനി മുതൽ ഓൺലൈൻ ഷോപ്പിംഗ് നടത്താം. ഞങ്ങളുടെ പുതിയ ആരംഭത്തെ നിങ്ങൾ എല്ലാവരും സ്വീകരിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഞങ്ങളുടെ പുതിയ ഗാർമെൻറ്റ്സിൽ നിങ്ങളെല്ലാവരും വരിക, ഓൺലൈൻ ഷോപ്പിംഗ് നടത്തുക, ചന്ദ്രിക ഗാർമെൻറ്റ്സ് വിജയിപ്പിക്കുക എന്ന് ചന്ദ്രിക പറഞ്ഞു നിർത്തിയതും സിദ്ധാർത്ഥ് കൈകൊട്ടി അപ്രീഷിയേറ്റ് ചെയ്യാണ്. സൂപ്പർ ചന്ദ്രിക, കൺഗ്രാജുലേഷൻ, അട്ടിപ്പൊളി. ഞാൻ പ്രതീക്ഷിച്ചില്ല നീ ഇത്ര നന്നായിട്ട് പറയുന്നു. സത്യമാണോ സർ? അതേ ചന്ദ്രിക, ഒരേ ടേക്കിലാണ് നീ ചെയ്തത്. കുറച്ചുപോലും സ്ട്രഗിളില്ലാതെ സൂപ്പറായിട്ടാണ് ഓരോ ഡയലോഗും നീ ഡെലിവർ ചെയ്തത്. ചന്ദ്രികയ്ക്ക് അത് കേട്ടപ്പോൾ നല്ല സമാധാനവും സന്തോഷവും ആയിട്ടുണ്ടായിരുന്നു. ചന്ദ്രിക, ഇപ്പോൾ ഈ വീഡിയോക്ക് വേണ്ടുന്ന നമ്മുടെ ഷൂട്ടിങ് കഴിഞ്ഞു. ഇനി നീ പോയിട്ട് അടുത്ത കോസ്റ്റ്യൂം ഇട്ടിട്ട് വാ. ഷോർട്സ് നന്നായിട്ടുണ്ടല്ലോടാ. സിദ്ധാർത്ഥ അവിടെയുള്ള പയ്യനോട് ചോദിക്കുകയാണ്. സൂപ്പറായി സർ. അപ്പോഴേക്കും ചന്ദ്രിക അടുത്ത കോസ്റ്റ്യൂം ഇട്ടിട്ട് വന്നിട്ടുണ്ടായിരുന്നു. ആ ഒരു കോസ്റ്റ്യൂമിലും ചന്ദ്രികയെ കാണുമ്പോൾ സിദ്ധാർത്ഥിന് അതിശയമാവുകയാണ്. അവനവിടെ അപ്രീഷിയേറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. മാത്രമല്ല കൂടെ നിൽക്കുന്ന പയ്യന്മാരോട് ചോദിക്കുന്നുണ്ട്, കോസ്റ്റ്യൂം നന്നായിട്ടുണ്ടല്ലേ? സൂപ്പറായിട്ടുണ്ട് സർ. ആ ഒരു കോസ്റ്റ്യൂമിൽ മോഡലായിട്ട് നിൽക്കേണ്ട വിധവും സിദ്ധാർത്ഥ് പറഞ്ഞു കൊടുക്കുകയാണ്. അതുപോലെ തന്നെ ചന്ദ്രിക ചെയ്യുന്നുണ്ടായിരുന്നു. അങ്ങനെ ആ ഒരു സ്റ്റില്ലും എടുത്തു കഴിഞ്ഞു. സത്യമായിട്ടും അടിപൊളിയായി ചന്ദ്രിക. അയ്യോ, വെറുതെ കളിയാക്കാതെ സർ. ഞാൻ എന്തിനാണ് കളിയാക്കുന്നത്? സത്യമായിട്ടും യഥാർത്ഥ ഫോട്ടോഷൂട്ടിൻ്റെ മോഡൽസ് ചെയ്യുന്നത് പോലെ തന്നെ അത്രയും വൃത്തിയോടെ കൂടിയാണ് നീ ഇപ്പോൾ ചെയ്തിരിക്കുന്നത്. ചന്ദ്രിക അത് കേട്ടപ്പോൾ ഇങ്ങനെ ചുറ്റിലും നോക്കി നിൽക്കുകയാണ്. ചന്ദ്രിക, ഞാൻ പറയുന്നത് സത്യമാണ്. നിൻ്റെ കയ്യിൽ ഒരുപാട് കഴിവുകളുണ്ട്. ഇത് ഞാൻ തുടക്കം മുതലേ പറയുന്നതാണ്. നീയാണ് ഞാൻ പറഞ്ഞാൽ കേൾക്കാത്തത്. അയ്യോ, വെറുതെ ഇങ്ങനെ കളിയാക്കാതെ സർ. സത്യമായിട്ട് പറ. ചന്ദ്രിക, ഞാനത് കള്ളം പറയാണോ? ചന്ദ്രു നോക്ക്, ചന്ദ്രിക സൂപ്പറായിട്ട് ചെയ്തിട്ടില്ലേ? അതെ സർ, സൂപ്പറായിട്ടാണ് ചെയ്തിരിക്കുന്നത്. എന്നിട്ട് ആ പയ്യൻ വന്നിട്ട് ചന്ദ്രികയ്ക്ക് കൈയൊക്കെ കൊടുത്തിട്ട് സൂപ്പറാണെന്നൊക്കെ പറഞ്ഞ് കൺഗ്രാറ്റ്സ് പറയാണ്. പിറ്റേന്ന് രാവിലെ തന്നെ സിദ്ധാർത്ഥ് ഫോട്ടോസൊക്കെ എഡിറ്റ് ചെയ്യാണ്. ആ സമയത്ത് അവൻ ചന്ദ്രികയോട് അങ്ങോട്ടേക്ക് പോകാൻ പറയാണ്. ചന്ദ്രിക പൂജാമുറിയിലാണ് ഉണ്ടായിരുന്നത്. സിദ്ധു വിളിച്ചപ്പോൾ അങ്ങോട്ടേക്ക് പോയിട്ട് അവൻ ആരതി കൊടുക്കുകയാണ്. ആ സമയത്ത് അവനത് തൊഴുതിട്ട് ചന്ദ്രിക പ്രസാദം എടുക്കാൻ പറഞ്ഞ സമയത്ത് എന്താ നീ വെച്ച് തരില്ലേന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ചന്ദ്രിക തന്നെ അവന് നെറ്റിയിൽ ആ ഒരു സിന്ദൂരം വെച്ച് കൊടുക്കുകയാണ്. ചന്ദ്രിക, ഇങ്ങോട്ട് നോക്ക്. ഇന്നലെ നമ്മളെടുത്ത ഫോട്ടോസ് മുഴുവൻ ഞാൻ എഡിറ്റ് ചെയ്ത് അതിൻ്റേതായ രീതിയിലാക്കി. ഇപ്പോൾ അതിൻ്റെ ഭംഗി നോക്ക്. ഒരു നിമിഷം സർ, ഇപ്പോൾ വരാം എന്ന് പറഞ്ഞിട്ട് ആ ഒരു താല അകത്ത് കൊണ്ടുപോയി വെക്കുകയാണ്. എന്നിട്ട് വേഗം വന്നിട്ട് ചന്ദ്രിക ഓരോരോ ഫോട്ടോസ് മാറ്റി നോക്കുകയാണ്. അപ്പോൾ അത് കണ്ടപ്പോൾ ചന്ദ്രികയ്ക്ക് വല്ലാത്ത അത്ഭുതമാണ് തോന്നുന്നത്. അവൾ സിദ്ധുവിനോട് പറയുന്നുണ്ട്, അയ്യോ, ഞാനാണോ സർ ഇതൊക്കെ? അതേ ചന്ദ്രിക, ഇത് നീ തന്നെയാണ്. അയ്യോ സർ, സത്യമായിട്ട് എനിക്കിത് വിശ്വസിക്കാൻ സാധിക്കുന്നില്ല. ഞാൻ ഇത്രയ്ക്കും ഭംഗിയുണ്ടോ എന്നെ കാണാൻ? ഇത്രയും കാലം ഞാൻ അത് തന്നോട് പറഞ്ഞുകൊണ്ടേ ഇരിക്കുകയായിരുന്നില്ലേ? പക്ഷേ നീ അത് വിശ്വസിച്ചിട്ടേ ഇല്ല. മനസ്സിൻ്റെ അഴക് ആണ് മുഖത്ത് കാണുന്നത് എന്ന് പറയും. നിൻ്റെ മനസ്സ് പോലെ തന്നെ നിൻ്റെ മുഖവും സുന്ദരമായിട്ടുള്ളതാണ്. എവിടെ അങ്കിളിനെ ആൻറ്റിയൊന്നും കാണുന്നില്ലല്ലോ? അമ്മയൊക്കെ എവിടെ? എന്നിട്ട് ശബ്ദം ഉയർത്തി സിദ്ധാർത്ഥ് എല്ലാവരെയും വിളിക്കുകയാണ്. അങ്കിൾ, ആൻറ്റി,
അമ്മ എല്ലാവരും ഒന്നിങ്ങോട്ടേക്ക് വരുമോ? എല്ലാവരും വന്ന സമയത്ത് സിദ്ധാർത്ഥ് തലേന്നെടുത്ത ഒരു ഫോട്ടോസും മൊത്തം എല്ലാവർക്കും കാണിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ ലക്ഷ്മിയൊക്കെ ചന്ദ്രികയെ പുകഴ്ത്തുന്നുണ്ടായിരുന്നു. അതിനുശേഷം ചന്ദ്രികയുടെ ആ ഒരു വീഡിയോ കൂടി പ്ലേ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ചന്ദ്രിക ഗാർമെൻറ്റ്സിൽ വന്നിട്ട് ഓൺലൈൻ പർച്ചേസ് ചെയ്യാൻ വേണ്ടിയിട്ട് റിക്വസ്റ്റ് ചെയ്യുന്ന ആ ഒരു വീഡിയോ. ഏയ് നന്നായിട്ടുണ്ട് മോനെ, സിദ്ധാർത്ഥിനോട് പറയാണ്. താങ്ക്സ് അങ്കിൾ, സിദ്ധാർത്ഥ് മഹേന്ദ്രനോട് പറയുന്നുണ്ട്. അപ്പോൾ ലക്ഷ്മിയാണ് പറയുന്നത്, അതേ ചന്ദ്രിക, എൻ്റെ കണ്ണ് തന്നെ പെടുന്ന തോന്നുന്നത്, നീ അത്രയ്ക്ക് സുന്ദരിയായിട്ടുണ്ട്. ശേഷം സിദ്ധാർത്ഥ് ജാനകിക്കും കാണിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ ജാനകി നോക്കിയിട്ടും ചന്ദ്രികയെ പുകഴ്ത്തുന്നുണ്ടായിരുന്നു. നിങ്ങളെല്ലാവരും എന്നെ വല്ലാതെ പുകഴ്ത്തുന്നതാണ്. അല്ല ചന്ദ്രിക, സത്യമായിട്ടാണ് പറയുന്നത്, നന്നായിട്ടുണ്ട്. ഈ ഫോട്ടോയിൽ ഇനി ഗ്രാഫിക് വർക്ക്സ് കൂടി കഴിഞ്ഞു കഴിഞ്ഞാൽ കംപ്ലീറ്റ് ഓക്കെ ആവും. അങ്ങനെയാണെങ്കിൽ നാളെ മുതൽ തന്നെ നമുക്ക് ബിസിനസ് ആരംഭിക്കാൻ പറ്റും. അയ്യോ, എനിക്ക് ഓർക്കും തോറും വല്ലാത്ത നാണാവുന്നു, ചന്ദ്രിക പറയാണ്. അപ്പോൾ ലക്ഷ്മി പറയുന്നുണ്ട്, നാണിക്കാനൊന്നുമില്ല. നിൻ്റെ പ്രൊഡക്റ്റിന് നീ തന്നെ ബ്രാൻഡ് അംബാസഡർ ആവുമ്പോൾ അതിൻ്റെ വിശ്വാസം വീണ്ടും അധികരിക്കും. കാണുന്ന എല്ലാവർക്കും നിന്നിലൊരു വിശ്വാസം ഉണ്ടാവും. അപ്പോൾ സിദ്ധു പറയുന്നുണ്ട്, ചന്ദ്രിക, നിൻ്റെ ഫോട്ടോസും വീഡിയോസും ഒക്കെ ഞാൻ സോഷ്യൽ മീഡിയയിൽ പബ്ലിക്കാക്കാൻ വേണ്ടി പോവാണ്. നാളെ മുതൽ നമ്മുടെ പുതിയ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പോകുന്നു. ശരി സർ, ചന്ദ്രികയെ സമ്മതിക്കുകയാണ്. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ അവർ പരസ്പരം സംസാരിക്കുന്നുണ്ട്. അതേസമയം മുത്തശ്ശിയാണെങ്കിൽ എന്തോ പച്ചക്കറി അരിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അവരാകെ സങ്കടത്തിലാണുള്ളത്. അപ്പോൾ അടുത്ത് തന്നെ ഒരു കട്ടിലായിട്ട് മനോഹരൻ കിടന്നിട്ടുണ്ടായിരുന്നു. മനോഹരൻ ഇങ്ങനെ പാട്ടൊക്കെ പാടിക്കൊണ്ടാണ് കിടക്കുന്നത്. അത് കാണുന്തോറും മുത്തശ്ശിക്ക് ദേഷ്യം വരുന്നുണ്ട്. മനോഹരനാണെങ്കിൽ എഴുന്നേറ്റ് നോക്കുന്ന സമയത്ത് ചേച്ചിയുടെ കണ്ണിൽ നിന്നൊക്കെ വെള്ളം വരുന്നുണ്ട്. ഏയ് ചേച്ചി, ഞാൻ എൻ്റെ പാട്ട് കേട്ടിട്ടാണോ ചേച്ചി കരയുന്നത്? ഏയ് മടിയാ, നീ പാടുന്ന പാട്ട് കേട്ടിട്ടല്ല ഞാൻ ഉരുകി ഉരുകി കരയുന്നത്. സവാളയാണ് അരിഞ്ഞുകൊണ്ടിരിക്കുന്നത്, അതുകൊണ്ടാണ് കണ്ണിൽ നിന്ന് വെള്ളം വന്നത്. അതാ ഞാനും കരുതിയത്. ലോകം മൊത്തം കരഞ്ഞാലും ചേച്ചിയുടെ കണ്ണിൽ നിന്ന് വെള്ളം വരില്ലല്ലോ. ഇനിയൊരു പക്ഷേ ചേച്ചിയുടെ കണ്ണിൽ നിന്ന് വെള്ളം വരണമെങ്കിൽ മുളക് പൊടിയെടുത്ത് ചേച്ചിയുടെ കണ്ണിൽ തേച്ചാൽ മാത്രമേ കണ്ണിൽ നിന്ന് വെള്ളം വരൂ. അപ്പോഴേക്കും വെപ്രാളത്തോടു കൂടി മേഘ ഓടിക്കതച്ച് വരികയാണ്. മാമ, മുത്തശ്ശി, ഒരു കാര്യമുണ്ട്. എന്താ എന്താ നീ പറ. അത് പിന്നെ സിദ്ധാർത്ഥും ചന്ദ്രികയും കൂടി ഓൺലൈനിൽ ബിസിനസ് ആരംഭിച്ചിരിക്കുകയാണ്. എന്താ മേഘ നീ പറയുന്നത്? ഇതാ നിങ്ങൾ നോക്ക് എന്ന് പറഞ്ഞ് മേഘ ഫോൺ എടുത്തപ്പോൾ മുത്തശ്ശിയും മനോഹരനും കൂടി മേഘയുടെ ഫോണിന് ചുറ്റിലും വന്നിട്ടുണ്ട്. അപ്പോൾ മേഘ ഫോൺ തുറന്നിട്ട് ചന്ദ്രികയുടെ ആ ഒരു ഓൺലൈൻ ബിസിനസ്സിന് വേണ്ടി എടുത്ത ഫോട്ടോസൊക്കെ കാണിച്ചു കൊടുക്കുവാണ്. അത് ഓരോന്നോരോന്ന് മാറ്റി മാറ്റി കാണിച്ചു കൊടുക്കുമ്പോൾ മുത്തശ്ശിയും മനോഹരനാണെങ്കിൽ ചന്ദ്രികയുടെ ഓരോരോ പുതിയ പുതിയ ഫോട്ടോസ് കാണുന്തോറും മനോഹരൻ പറയുന്നുണ്ട്, ആഹാ കൊള്ളാലോ, ചന്ദ്രിക ഫോട്ടോയിൽ വേറെ ലെവലാണ്. അപ്പോൾ മുത്തശ്ശിയും പറയാണ്, ചന്ദ്രികയ്ക്ക് മാത്രമേ ഇങ്ങനെ പുതിയ പുതിയ ഓരോരോ ഐഡിയാസ് കിട്ടുന്നതെന്ന് മനസ്സിലാവുന്നില്ലല്ലോ. അതൊക്കെ കേട്ടപ്പോൾ മേഘയ്ക്ക് വല്ലാത്ത ദേഷ്യമാണ് വരുന്നത്. ഇതൊന്നും അവളുടെ ചിന്തയല്ല, ഇതൊക്കെ സിദ്ധുവിൻ്റെ ഐഡിയ ആണ്. മേഘ പറഞ്ഞു കൊടുക്കുകയാണ്. മെറ്റീരിയൽസ് സ്റ്റിച്ച് ചെയ്ത് ഡയറക്റ്റായിട്ട് കസ്റ്റമേഴ്സിന് ഓൺലൈനായിട്ട് ഷോപ്പിംഗ് നടത്തുവാണെങ്കിൽ എത്രത്തോളം ലാഭം ഉണ്ടാവും എന്നറിയോ? ഓ അങ്ങനെയാണോ? സത്യം പറഞ്ഞാൽ സിദ്ധാർത്ഥിൻ്റെ ഈ ഐഡിയ നല്ല അടിപൊളി ഐഡിയ തന്നെയാണ്. മേഘ, അവർ ജീവിതത്തിൽ മുന്നേറാൻ വേണ്ടി പുതിയ പുതിയ ഐഡിയകൾ കണ്ടെത്തി ഓരോരോ ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. എന്നാൽ നീയാണെങ്കിൽ ചന്ദ്രികയെ വേണ്ടിയിട്ട് ഓരോരോ ഐഡിയകൾ കണ്ടെത്തി സ്വയം ഓരോരോ കുഴികളിലേക്ക് വീണുകൊണ്ടിരിക്കുകയാണ്. മനോഹരൻ പറഞ്ഞു കൊടുക്കുകയാണ്. പോസിറ്റീവായിട്ട് ആലോചിക്കുന്നത് കാരണം അവർ ജീവിതത്തിൽ മുന്നേറുന്നുണ്ട്. മുത്തശ്ശിയും അത് അംഗീകരിക്കുന്നുണ്ടായിരുന്നു മനോഹരൻ പറഞ്ഞത്. നീ ജീവിതത്തിൽ പിന്നോട്ടേക്ക് വലിക്കാൻ വേണ്ടിയിട്ട് നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളാണ് ചിന്തിക്കുന്നത്, അതുകൊണ്ട് നീ ജീവിതത്തിൽ പിന്നോട്ടേക്കാണ് വരുന്നത്. മനോഹരൻ പറഞ്ഞത് കേട്ടിട്ട് മേഘ ദേഷ്യത്തോടെ അയാളെ നോക്കുവാണ്. എനിക്ക് അഡ്വൈസ് ചെയ്യുന്നത് ആദ്യം നിർത്താൻ നോക്ക്. ഞാനും ഇതേപോലെ തന്നെ ഓൺലൈനിൽ ഗാർമെൻറ്റ്സ് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത്. ഗാർമെൻറ്റ്സ് ബിസിനസ് ഇവളെങ്ങനെയാണ് സ്റ്റാർട്ട് ചെയ്യുക എന്നൊരു മൈൻഡിലാണ് മനോഹരനുള്ളത്. മുത്തശ്ശിയാണെങ്കിൽ പുച്ഛത്തോടെയാണ് നിൽക്കുന്നത്. മേഘ, അവരുടെ കയ്യിൽ പണമുണ്ട്, അതുകൊണ്ടാണ് അവരിതൊക്കെ ചെയ്യുന്നത്. നിൻ്റെ കയ്യിൽ എന്താ ഉള്ളത്? ഈ ഓടിട്ട വീടും കുറച്ച് ഞങ്ങളെപ്പോലുള്ള ആൾക്കാരും മാത്രമേ നിൻ്റെ കൂടെ ഉള്ളൂ. അപ്പോൾ മേഘ പറയുന്നുണ്ട്, എൻ്റെ കയ്യിലൊരു ഐഡിയ ഉണ്ട്. എന്താ ഐഡിയ? എനിക്ക് അറിയാവുന്ന ഒരു പഴയ കടയുണ്ട്. അവിടെ കുറച്ച് പഴയ തുണികളൊക്കെ ഉണ്ട്. അതൊക്കെ എടുത്തിട്ട് പുതിയ ഡ്രസ്സുകളാണെന്ന് പറഞ്ഞിട്ട് ഓൺലൈനിൽ ബിസിനസ് ചെയ്താൽ എല്ലാവരും പറ്റിക്കപ്പെട്ടിട്ട് അത് വാങ്ങിക്കോളും. അപ്പോഴും മേഘയുടെ കുതന്ത്രം നിറഞ്ഞ ഐഡിയ കേട്ടപ്പോൾ മുത്തശ്ശിക്കും മനോഹരനും ദേഷ്യം വരികയാണ്. അതിൽ നമുക്ക് ഒരുപാട് പ്രോഫിറ്റ് കിട്ടും. മേഘ വല്ലാത്ത സന്തോഷത്തോടെ പറയാണ്, അതെ അതെ, കൂടെ നല്ല അടിയും കിട്ടും. അങ്ങനെ പറഞ്ഞു കൊടുക്ക്, മനോഹരൻ പറയാണ്. ഏയ് മുത്തശ്ശി, എന്തിനാ എപ്പോഴും ഇങ്ങനെ നെഗറ്റീവ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്?
അതെ അതെ, ഇനി ഞാൻ നിന്നോട് നെഗറ്റീവ് പറയണം. നീ നല്ല പോസിറ്റീവായിട്ടാണല്ലോ ഉള്ളത്. മെഗ, ഒരിക്കലും നീ സത്യസന്ധമായിട്ട് ഒരു കാര്യവും ചെയ്യില്ലേ? സത്യസന്ധമായിട്ട് ജോലി ചെയ്തിട്ട് ഈ കാലഘട്ടത്തിൽ മുന്നോട്ടേക്ക് വരാൻ സാധിക്കില്ല. ഞാനെന്താ മുത്തശ്ശിയോട് പൈസയോ മറ്റോ ചോദിച്ചോ? മിണ്ടാതെ നിൽക്കാൻ നോക്ക്. മാമ, ഞാൻ നിങ്ങൾക്ക് കുറച്ച് പണം തരാം. ഞാൻ പറയുന്ന കടയിൽ പോയിട്ട് നിങ്ങൾ പഴയ കുറച്ച് സാരികളും കുറച്ച് ഡ്രസ്സുകളൊക്കെ വാങ്ങിയിട്ട് വാ. അതൊക്കെ മോഡൽ മാറ്റിയിട്ട് റെഡിയാക്കി ഓൺലൈനിൽ പുതിയൊരു ബിസിനസ് തന്നെ നമുക്ക് തുടങ്ങാം. പുതിയ ഡ്രസ്സാണെന്ന് കരുതിയിട്ട് ഒരുപാട് ആൾക്കാർ അത് വാങ്ങിക്കും. മേഘ വല്ലാത്ത അഭിമാനത്തോടു കൂടിയാണ് പറയുന്നത്. അപ്പോൾ മനോഹര ചിരിച്ചുകൊണ്ട് അതിനെ സപ്പോർട്ട് ചെയ്യാണ്. അപ്പോൾ മുത്തശ്ശി പറഞ്ഞു കൊടുക്കുന്നുണ്ട്, മേഘ, പുതിയ ഡ്രസ്സാണെന്ന് പറഞ്ഞിട്ട് പഴയ ഡ്രസ്സ് വിൽക്കുന്നത് തെറ്റല്ലേ? 4 പേർക്ക് നല്ലതാണെങ്കിൽ അതിൽ വലിയ തെറ്റൊന്നുമില്ല. 4 പേരോ? അതാരാ 4 പേര്? വേറെ ആര്? നമ്മൾ 4 പേര്. ഞാൻ, മുത്തശ്ശി, മനോഹരൻ മാമൻ, പ്രിയ. മേഘ ചിരിച്ചുകൊണ്ട് പോവുകയാണ്. അപ്പോൾ മുത്തശ്ശി മനോഹരനോട് പറയുന്നുണ്ട്, ഏയ് ഇതെന്താടാ കമലഹാസൻ സംസാരിക്കുന്നത് പോലെ 4 പേർക്ക് നല്ലതല്ലേ എന്നും പറഞ്ഞിട്ട് ചിരിച്ചുകൊണ്ട് പോകുന്നത്? ചേച്ചി, അവൾ പറയുന്നതിലും കാര്യമുണ്ട്. ഏയ് മനോഹര, തീർച്ചയായിട്ടും നിങ്ങൾ 2 പേരും അകത്തേക്ക് പോകാൻ പോവാണ്. ആ ഒരു കാര്യത്തിൽ എനിക്ക് നല്ല ഉറപ്പുണ്ട്. ഈ ഒരു വിഷയത്തിലെങ്കിലും എന്നെ പെടുത്താതിരിക്കണേടാ എന്നും പറഞ്ഞിട്ട് മുത്തശ്ശി പോകുമ്പോൾ, അതെ അതെ, ഞങ്ങൾ 2 പേരും അകത്തേക്ക് പോവുകയാണെങ്കിൽ നിങ്ങൾക്കിവിടെ പുറത്തു നിന്ന് ചിരിക്കാമെന്നായിരിക്കും വിചാരിക്കുന്നത്. ഞാൻ അകത്തായിട്ടുണ്ടെങ്കിൽ നിങ്ങളെയും അകത്താക്കും, നോക്കിക്കോ. പിറ്റേന്ന് ചന്ദ്രിക ക്ഷേത്രത്തിൽ പോയിട്ട് തിരിച്ചു വരുമ്പോഴാണ് റോഡ് സൈഡിൽ വെച്ചിട്ട് ഒരാളെ കുറേ ആൾക്കാർ ചേർന്ന് തല്ലുന്നത് കാണുന്നത്. അവിടെ എന്താ ശബ്ദം കേൾക്കുന്നത് എന്ന് വിചാരിച്ചിട്ട് ചന്ദ്രിക അങ്ങോട്ടേക്ക് പോവുകയാണ്. അപ്പോൾ തല്ലുകൊള്ളുന്നത് വാസുവിനായിരുന്നു. ഒരുപാട് പേര് ചേർന്നിട്ട് വാസുവിനെ തല്ലുവാണ്. അപ്പോൾ ചന്ദ്രിക അടുത്തെത്തിയ സമയത്താണ് വാസുവാണെന്ന് കാണുന്നത്. അവൾ വേഗം തന്നെ ഓടിപ്പോയിട്ട് അയാളെ പിടിച്ച് മാറ്റുകയാണ്. എന്നിട്ട് എല്ലാവരോടും കാര്യം അന്വേഷിക്കുന്നുണ്ട്, എന്തിനിങ്ങനെ തല്ലുന്നതെന്ന്. അപ്പോൾ അതിലൊരാൾ പറയുന്നുണ്ട്, വാങ്ങിച്ച കാശ് തിരിച്ചു തരാതിരുന്നാൽ പിന്നെ തല്ലുകയല്ലാതെ എന്താ വേണ്ടത്? അതും പോരാഞ്ഞ് ഫോണും സ്വിച്ച് ഓഫ് ആക്കി വെച്ചിരിക്കുകയാണ്. പിന്നെ അവർ വാസുവിനെ തല്ലിക്കൊണ്ടിരിക്കുമ്പോൾ ചന്ദ്രിക തടഞ്ഞു നിർത്തുന്നുണ്ട്. നീ ഒളിച്ചു നിന്ന് കഴിഞ്ഞാൽ നിന്നെ ആർക്കും കണ്ടുപിടിക്കാൻ സാധിക്കില്ലെന്ന് കരുതിയോ? വാടാ, പോലീസ് സ്റ്റേഷനിലേക്ക് പോകാമെന്നും പറഞ്ഞ് വാസുവിനെ പിടിച്ചു വലിച്ചു കൊണ്ടുപോവാണ്. അപ്പോൾ ചന്ദ്രിക അവരെ പിടിച്ചു മാറ്റുന്നുണ്ട്. സാർ 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 പറയുന്ന കേൾക്ക് സാർ. അപ്പോൾ വാസുവും പറയാണ്, സാർ, നിങ്ങളുടെ പണവുമായിട്ട് ഞാൻ എങ്ങോട്ടേക്കും ഒളിച്ചു കിടക്കുന്നില്ല. ഞാനത് എങ്ങനെയെങ്കിലും തിരിച്ചു തരും. അതെ, നീ തന്നത് തന്നെ. മര്യാദയ്ക്ക് സ്റ്റേഷനിലേക്ക് വാ എന്ന് പറഞ്ഞിട്ട് വീണ്ടും വാസുവിൻ്റെ കോളറിൽ പിടിച്ച് വലിക്കുകയാണ്. അപ്പോൾ ചന്ദ്രിക അയാളുടെ കൈ പിടിച്ച് മാറ്റുന്നുണ്ട്. സാർ പറയുന്ന കേൾക്ക്. അപ്പോൾ അയാൾ ചോദിക്കുകയാണ്, നീ ആരാ? ഞാൻ അദ്ദേഹത്തിൻ്റെ മരുമകളാണ്. നിങ്ങൾക്ക് ഇദ്ദേഹം എത്ര കാശ് തരാനുണ്ട്? 65,000 രൂപ തരണം. എന്താ, നിന്നെക്കൊണ്ട് തരാൻ സാധിക്കുമോ? നീ തരുന്ന പോലെയാണല്ലോ നീ ചോദിക്കുന്നത്. മര്യാദയ്ക്ക് സ്റ്റേഷനിലേക്ക് വാടാ എന്ന് പറഞ്ഞ് വീണ്ടും വാസുവിനെ പിടിച്ചപ്പോഴേക്കും ചന്ദ്രിക ഇടയിൽ കയറുകയാണ്. എന്നിട്ട് അവൾ അയാളോട് കാത്തു നിൽക്കാൻ പറഞ്ഞിട്ട് ബാഗിൽ നിന്നും ചെക്ക് എടുത്തിട്ട് 65,000 രൂപ ചെക്ക് എഴുതി കൊടുക്കുകയാണ്. അപ്പോൾ അത് വാങ്ങിയിട്ടും അയാൾക്ക് അത്ര വിശ്വാസം പോരാ. ചെക്ക് തന്നിട്ട് നിൻ്റെ മാമനെ രക്ഷിച്ചിട്ട് പോവാന്നാണോ നീ കരുതുന്നത്? ഞങ്ങൾക്ക് ക്യാഷ് കയ്യിൽ തന്നെ തരണം. ഈ ചെക്ക് അവിടെ പോയിട്ട് ബൗൺസ് ആയി കഴിഞ്ഞാൽ ഞങ്ങളെങ്ങനെ എന്താ ചെയ്യുക? നിന്നെ ഇയാളെ തേടിയിട്ട് ഞങ്ങൾ പിന്നീട് എങ്ങോട്ടാണ് പോവുക? ശരി, എങ്കിൽ ഒരു നിമിഷം നിങ്ങളുടെ അക്കൗണ്ട് നമ്പർ പറ എന്ന് പറഞ്ഞിട്ട് ചന്ദ്രിക ഫോൺ എടുത്തിട്ട് അയാളുടെ അക്കൗണ്ടും ഡീറ്റെയിൽസൊക്കെ ചോദിച്ചിട്ട് ഓൺലൈൻ വഴി അക്കൗണ്ടിൽ അയാൾക്ക് പൈസ അയച്ചു കൊടുക്കുകയാണ്. അപ്പോൾ പൈസ ഫോണിൽ വന്നോ നോക്കിയിട്ട് അയാൾ പറയുന്നുണ്ട്, ഇപ്പോൾ വന്നു. ഞാൻ കരുതി ഇനി നിങ്ങൾ ഇയാളെ രക്ഷിക്കാൻ വേണ്ടി വന്നതാണെന്ന്. ചന്ദ്രിക അത്രയും എമൗണ്ട് കൊടുത്തു തീർത്തു എന്ന് കേട്ടപ്പോൾ വാസുവിന് അതിശയാവുകയാണ്. അയാൾ അത്ഭുതത്തോടെ ചന്ദ്രികയെ നോക്കുമ്പോൾ ചന്ദ്രിക പണം കടം കൊടുത്ത ആളോട് പറയുന്നുണ്ട്, ഒരാൾക്ക് കടം കൊടുത്ത പണം തിരികെ തരാൻ സാധിക്കുന്നില്ല എങ്കിൽ അപ്പോഴത്തെ അയാളുടെ അവസ്ഥ എത്രത്തോളം പരിതാപകരമായിരിക്കുമെന്ന് കുറച്ചെങ്കിലും ചിന്തിച്ചു നോക്കണം. അതാണ് നമ്മളൊക്കെ പരസ്പരം മനുഷ്യന്മാരാണ് എന്ന് തെളിയിക്കുന്നത്. അപ്പോൾ അയാൾ പറയുന്നുണ്ട്, ഞങ്ങൾ ഫോൺ വിളിച്ചപ്പോൾ തന്നെ ഇയാൾ എടുത്തിട്ട് സംസാരിച്ചിരുന്നെങ്കിൽ ഞങ്ങൾ ഇയാളോട് ഇങ്ങനെ പെരുമാറില്ലായിരുന്നു. ഏയ് വാടാ പോവാം എന്ന് പറഞ്ഞിട്ട് അയാളുടെ ഗുണ്ടകളെയൊക്കെ വിളിച്ചിട്ട് പോവുകയാണ്. അപ്പോൾ വാസുദേവൻ ചന്ദ്രികയുടെ നേരെ കൈകൂപ്പി കരഞ്ഞുകൊണ്ട് നിൽക്കുകയാണ്. ഏയ് മാമ എന്ന് പറഞ്ഞിട്ട് ചന്ദ്രിക അയാളുടെ കൈ പിടിച്ചു മാറ്റുന്നുണ്ട്. അപ്പോൾ വാസു കരഞ്ഞുകൊണ്ട് പറയാണ്, നന്ദി ചന്ദ്രിക, നന്ദി. നീ ഇപ്പോൾ വന്നിട്ടില്ലായിരുന്നെങ്കിൽ അവന്മാരെന്നെ അടിച്ചിട്ട് സ്റ്റേഷനിൽ കൊണ്ടുപോയി കള്ളനെ പോലെ നിർത്തുമായിരുന്നു. എന്താ മാമ ഇതൊക്കെ? ഒരാളോട് കടം വാങ്ങിച്ചു കഴിഞ്ഞാൽ അവർ ചോദിക്കുന്ന സമയത്ത് നല്ല രീതിക്ക് അവർക്ക് മറുപടി കൊടുക്കണം. അല്ലാതെ അവർ വിളിക്കുമ്പോൾ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്തിട്ട് മറുപടി കൊടുക്കാഞ്ഞാൽ അത് നല്ലതായിരിക്കില്ല. വാസു മറുപടി ഒന്നും പറയാതെ തലതാഴ്ത്തി നിൽക്കുകയാണ്. അങ്കിൾ, നിങ്ങൾക്ക് പണം വേണമെങ്കിൽ എൻ്റെ അടുത്തോ അല്ലെങ്കിൽ സിദ്ധു സാറിൻ്റെ അടുത്തോ ചോദിച്ചൂടെ? ചന്ദ്രിക, ഞാൻ നിങ്ങൾക്ക് 2 പേർക്കും എപ്പോഴും ദ്രോഹം മാത്രമേ ചെയ്തിട്ടുള്ളൂ. അങ്ങനെയുള്ള നിങ്ങളോട് ഞാൻ എങ്ങനെയാണ് വീണ്ടും ഓരോരോ കാര്യങ്ങൾ ചോദിക്കുക?
നിങ്ങൾ ഞങ്ങളോട് ചെയ്ത ദ്രോഹമൊക്കെ ഞങ്ങൾ എപ്പോഴോ മറന്നു. അത് കേട്ടപ്പോൾ വാസു അവളെ നന്ദിയോടെ നോക്കുകയാണ്. അപ്പോൾ ചന്ദ്രിക ബാഗിൽ നിന്നും കുറച്ച് പണം എടുത്തിട്ട് വാസുവിന് കൊടുക്കുകയാണ്. മാമൻ്റെ ചിലവിന് വെച്ചോളൂ എന്ന് പറഞ്ഞിട്ട്. പക്ഷെ അയാളത് വാങ്ങിക്കാൻ കൂട്ടാക്കുന്നില്ല. എനിക്ക് വേണ്ട ചന്ദ്രിക, വേണ്ടാന്ന് പറയരുത്, ഞങ്ങളുള്ളിടത്തോളം കാലം നിങ്ങൾ ആരെടുത്തൊന്നും കടം വാങ്ങിക്കരുത് എന്ന് പറയുകയാണ്. അപ്പോൾ വാസു വീണ്ടും വീണ്ടും പറയുന്നുണ്ട്, വേണ്ട ചന്ദ്രിക വേണ്ട, എന്നെ ഇനിയും നാണം കെടുത്തരുത് എന്നൊക്കെ പറയാണ്. അപ്പോൾ അയാൾക്ക് കയ്യിൽ വെച്ച് കൊടുക്കുകയാണ് പൈസ. അപ്പോൾ വാസു ചന്ദ്രികയുടെ നേരെ കൈകൂപ്പിക്കൊണ്ട് നിൽക്കുകയാണ്. അയാളുടെ കൈകളിൽ ആ പണം വെച്ച് കൊടുത്തപ്പോൾ അയാൾ ചന്ദ്രികയോട് പറയുന്നുണ്ട്, ചന്ദ്രിക നീ ഒരുപാട് കാലം നന്നായിട്ട് ജീവിക്കും. ഈ ചെറിയ പ്രായത്തിൽ നിനക്കുള്ള പക്വതയും അറിവും പോലും എനിക്കില്ലാതെ പോയി. എല്ലാത്തിനും കാരണം എൻ്റെ അത്യാഗ്രഹവും എൻ്റെ വഴിവിട്ട ജീവിതവും തന്നെയാണ്. നീ എപ്പോഴും നന്നായിട്ട് വരും ചന്ദ്രിക, എപ്പോഴും നന്നായിട്ട് വരും. അതൊന്നും കാര്യമാക്കണ്ട അമ്മാമ, വിട്ടേക്ക്. അപ്പോൾ വാസു കരഞ്ഞോണ്ട് പറയാണ്, കടക്കാർ എന്നെ തല്ലിയ കാര്യം സിദ്ധാർത്ഥിനോടും വീട്ടിലുള്ള മറ്റുള്ളവരോടൊന്നും പറയരുത് എന്ന് പറയുന്ന സമയത്ത് ചന്ദ്രിക അത് സമ്മതിക്കുകയാണ്. ഞാൻ ആരോടും ഇതൊന്നും പറയാൻ പോകുന്നില്ല. ഇനി എപ്പോൾ കാശ് വേണമെങ്കിലും ഞങ്ങളോട് ചോദിച്ചാൽ മതി. നിങ്ങൾ തൽക്കാലം പൊയ്ക്കോളൂ എന്ന് പറഞ്ഞപ്പോൾ വാസു വേഗം തന്നെ കരഞ്ഞുകൊണ്ട് അവിടുന്ന് പോവുകയാണ്. അവിടെയാണ് ഇന്നത്തെ എപ്പിസോഡ് വൈൻഡപ്പ് ചെയ്യുന്നത്.